പൊന്ന് ദാമോദർജി, ഈ ചതി നമ്മളോട് വേണമായിരുന്നു. നമ്മൾ വല്ലാണ്ട് അങ്ങ് ആഗ്രഹിച്ചു പോയി. പരക്കുന്ന റൂമറുകളുടെ സത്യാവസ്ഥ എന്ത്? ഒടുവിൽ ആശാൻ തന്നെ രംഗത്ത് വന്ന് സത്യം പറയുന്നു. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവാൻ ആശാൻ, അതായത് നമ്മുടെ സ്വന്തം ആശാൻ ഇന്ത്യയുടെ നാഷണൽ ടീം മാനേജറായി എത്തുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂസ് നമുക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിന്റെയൊക്കെ ഒരു സത്യാവസ്ഥ എന്നോണം ആശാൻ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് മനോരമയ്ക്ക് കൊടുത്ത ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിലാണ് ആശാൻ ഇതേ പറ്റിയിട്ടെല്ലാം വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിൽ മനോരമ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആശാന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻസിനെല്ലാം വ്യക്തമായ നിലപാടോട് കൂടിയുള്ള മറുപടികൾ ആശാൻ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മറുപടിയിൽ കൂടുതലും ഉള്ളത് എന്താ പറയാ, ഇന്ത്യൻ ഫുട്ബോളിനെ വിമർശിച്ചുകൊണ്ടുള്ള മറുപടികൾ തന്നെയായിരുന്നു. പക്ഷെ നമുക്കതെല്ലാം കേൾക്കുമ്പോൾ, നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ആശാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 100% ശരിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആശാന്റെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു സ്റ്റോറിയിലാണ് ആ ന്യൂസ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ന്യൂസ് ഞാനൊന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, ആദ്യം തന്നെ ആശാൻ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ, ഇപ്പോഴത്തെ അവസ്ഥയെ വിലയിരുത്തുന്നത് പെപ് ഗാർഡിയോളയും അതേപോലെ മൗറിഞ്ഞോയും ഒന്നിച്ചു വന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ നാഷണൽ ടീമിനെ പരിശീലിപ്പിച്ചാൽ പോലും നാഷണൽ ടീം ശരിയാവില്ല, ഒരു കാര്യവുമില്ല എന്നാണ് ആശാൻ തറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ നമ്മൾ ആശാൻ പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്ക് പോവാം. അതായത് നിരവധി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ മനോരമ ആശാനോട് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവാൻ വിക്കോനോവിച്ച് ഇന്ത്യയുടെ കോച്ച് ആകുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ആശാൻ പറഞ്ഞത് ഇത് വിചിത്രമായ ഒരു ചോദ്യമാണ്, എല്ലാം പോലെ തന്നെ ഇത് ഒരു റൂമർ മാത്രമാണ്. പിന്നെ ആശാൻ പറഞ്ഞത് ഇന്ത്യക്ക് ഇപ്പോൾ ഒരു മികച്ച ഒരു പരിശീലകൻ, അതായത് മാൻലോ മാർക്കസ് എന്ന ഒരു മികച്ച പരിശീലകൻ ഇപ്പോൾ അവിടെ ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നാഷണൽ ടീമുകളല്ല, ഞാൻ ഒരു ക്ലബ്ബ് ടീം പരിശീലകനാണ് എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. പിന്നെ ISL ക്ലബ്ബുകൾ പോലും ഇപ്പോൾ എന്റെ പരിഗണനയിലില്ല എന്നാണ് പുള്ളി ഈ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. പിന്നീട് അവർ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, അതായത് AFF ആശാനെ പരിഗണിക്കുകയാണെങ്കിൽ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, അപ്പോൾ പരിഗണിക്കുകയാണെങ്കിൽ എന്താവും എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ആൻസർ പറയുന്നത് ഭയങ്കര രസകരമായ ആൻസർ എന്ന് പറയുന്നത്, അവരെന്നെ പരിഗണിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. ഒരു തവണ അവരെന്നെ വിലക്കിയവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്നെ പരിഗണിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഈ ഒരു കാര്യം പരിഗണിക്കണമെങ്കിൽ AFF ആശാന്റെ അഭിപ്രായം പറയുന്നത് AFF പരിഹരിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എങ്കിൽ മാത്രം ഞാനിത് പരിഗണിക്കാമെന്നാണ് പുള്ളി പറയുന്നത്. പിന്നീട് ചോദിക്കുന്നത് എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. അപ്പോൾ അതേ പറ്റിയിട്ട് ഇവാൻ ആശാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇന്ത്യൻ ഫുട്ബോൾ തകർച്ചയിലാണ് ഉള്ളത്. അപ്പോൾ ഇതിന് പരിഹാരം കാണുക എന്ന് പറയുന്നത് ഒരു കോച്ചിനെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല എന്നാണ് ആശാൻ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഇന്ത്യൻ ഫുട്ബോളിൽ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ പ്രോബ്ലംസ് ഉണ്ട് എന്ന് ആദ്യം ഫെഡറേഷൻ സമ്മതിക്കണം. അപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കയ്യിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് അവർ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ശരിയാണ്, ആശാൻ പറഞ്ഞ 100% ശരിയാണ്. നമ്മൾ ISL തന്നെ പല ടൈപ്പ് ഓഫ് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഇപ്പൊ റഫറിങ്ങിന്റെ കാര്യത്തിലായാലും അങ്ങനെ പല കാര്യത്തിലായാലും ഇവരൊന്നും സമ്മതിക്കില്ല. അവരെപ്പോഴും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ടീമുകളുടെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ മാനേജർമാരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറയുന്ന ഒരു ഫെഡറേഷനാണ് ഇന്ത്യക്കുള്ളത്. ഇപ്പൊ ബൈജിൻ ഭൂട്ടിയ തന്നെ പല രീതിയിൽ വിമർശിക്കുമ്പോഴും ഇവിടുത്തെ ഫെഡറേഷൻ എന്താണ് ചെവിക്കൊള്ളുന്നത്? ഒരു ലെജൻഡ് പറയുന്ന കാര്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് എടുക്കുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പ്രശ്നം ആശാൻ പറയുന്നത് ഫെഡറേഷൻ സമ്മതിക്കുന്നില്ല, അവരുടെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അവര് സമ്മതിക്കുന്നില്ല. ഇപ്പൊ 130 സംതിങ് റാങ്കിങ്ങിലേക്ക് ഇന്ത്യ പോയപ്പോൾ പോലും അത് ഫെഡറേഷന്റെ പ്രശ്നമാണെന്ന് ഇതുവരെ ഫെഡറേഷൻ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ആദ്യം പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം ഇവർ അംഗീകരിക്കട്ടെ, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. പിന്നെ ആശാൻ പറയുന്നത് ഇവിടുത്തെ സിസ്റ്റത്തിന്റെ പ്രോബ്ലം തന്നെയാണ്. ഇവിടുത്തെ സിസ്റ്റം ഭയങ്കര ബോറാണ്. ഈ സിസ്റ്റം ഇങ്ങനെ തന്നെ തുടർന്ന് പോവുകയാണെങ്കിൽ പെപ് ഗാർഡിയോളയും അതേപോലെ ജോഷോ മൗറിഞ്ഞോയും ഒക്കെ ഒന്നിച്ചു വന്നാൽ പോലും ഇന്ത്യൻ ടീമിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അടുത്ത ഒരു 6-8 വർഷത്തേക്ക് ഇന്ത്യയുടെ നാഷണൽ ടീമിന്റെ കാര്യം വളരെ കഷ്ടത്തിൽ തന്നെയാണ് എന്നാണ് ആശാൻ പറഞ്ഞു വെക്കുന്നത്. പിന്നീട് ചോദിക്കുന്നത് ഇതിനൊരു പരിഹാരം എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ആ പരിഹാരം ആശാൻ പറഞ്ഞത് ഒരു ഭയങ്കര അടിപൊളി ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ആശാൻ പറഞ്ഞ ഈ കാര്യം ഫെഡറേഷൻ പിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 5-6 വർഷം അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ഒരു 5 വർഷത്തിനുള്ളിൽ നമുക്ക് മികച്ച ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ആശാൻ പറയുന്ന ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത്, സീനിയർ ടീമിനെ വിട്ടേക്കൂ, അതായത് ഇപ്പോൾ ഉള്ള സീനിയർ ടീമിനെ വിട്ടേക്കൂ, അവരെ നോക്കണ്ട, അവരെ കൊണ്ടൊന്നും പറ്റില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പലതവണ പറഞ്ഞ കാര്യങ്ങളാണ്. അവരെ കൊണ്ട് ഇനിയൊന്നും നടക്കൊന്നുമില്ല. നടക്കാനായിരുന്നെങ്കിൽ അവർ എത്ര വർഷമായിട്ട് ഈ സീനിയർ ടീം ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, ഇവരെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നേടായിരുന്നു. അപ്പോൾ ഇവരെ കൊണ്ട് പറ്റില്ല, അവരൊക്കെ പൊളിറ്റീഷ്യൻസ് ആണ്. ഞാനൊരു കറണ്ട് നാഷണൽ പ്ലെയർ ആണെന്ന് കാണിക്കാൻ വേണ്ടി എനിക്കൊന്ന് കാശ് അങ്ങോട്ട് കൊടുത്ത് നിൽക്കുന്ന ടീമാണെന്നാണ് തോന്നുന്നത് ഇവന്മാരെല്ലാം. അപ്പോൾ അവരെ നമ്മൾ
നോക്കണ്ട, അവരെ വിട്ടേര്. ആള് പറയുന്നത് അണ്ടർ 17, 19, 21 ഈ ഒരു കാറ്റഗറിയിലുള്ള ടീമിനെ നന്നായി ബിൽഡ് ചെയ്തെടുക്കുക, നല്ല ടീമാക്കി എടുക്കുക, അവരിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതായത് നമ്മുടെ താഴെയുള്ള പ്ലേയേഴ്സിനെ, അവരെ നല്ല പ്ലേയേഴ്സിനെ മേക്ക് ചെയ്തെടുക്കുക, അവരിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. സീനിയർ ടീമിനെ വിട്ടേക്കുക, സീനിയർ ടീമിന് വേണ്ടിയിട്ട് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, അവരെ വിട്ടേക്കുക, അവരെ കൊണ്ട് എനിക്ക് കാര്യമില്ല. ബട്ട് അതിന് പകരം നമ്മൾ അണ്ടർ 17 മുതലുള്ള 17, 19, 21 ആ ഒരു കാറ്റഗറിയിലുള്ള പ്ലേയേഴ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് അവരെ നല്ല ടീമാക്കി അവർക്ക് കൂടുതൽ മാച്ച് എക്സ്പീരിയൻസുകൾ കൊടുക്കുക, അവരെ സീനിയർ ടീമിലേക്ക് കൊണ്ടുവരിക, സീനിയർ ടീമിൽ കൊണ്ടുവന്ന് അവരെ കളിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഇവര് വളർന്നു വരുമ്പോഴത്തേക്കും ഇവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആവും, ആ ഒരു ടീം തന്നെ ബിൽഡായി വരും എന്നാണ് ആശാൻ പറയുന്നത്. ഒരു ബെറ്റർ പ്ലാൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ തന്നെ നമ്മുടെ വീഡിയോയിൽ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഈ കിളവൻ സ്കോഡിനെ വെച്ച് ഇങ്ങനെ കളിക്കുന്നത് എന്നുള്ളത്. അവരോട് അവര് വേണ്ട, നമുക്ക് പുതിയ യങ് പ്ലേയേഴ്സ് വരട്ടെ, യങ് പ്ലേയേഴ്സിനെ കൊണ്ട്. പക്ഷെ ഇതൊന്നും കൊണ്ടുവരാത്തതിന്റെ കാരണം നമ്മൾ പലതവണ പറഞ്ഞു, പൊളിറ്റിക്സ് ആണ് ഇവിടുത്തെ പ്രശ്നം. ഈ പൊളിറ്റിക്സ് കാരണം ഇതൊന്നും നടക്കാത്തത്. യങ് പ്ലേയേഴ്സിനെ വളർത്തിയെടുക്കണം എന്ന് പറഞ്ഞതിന് ശേഷം വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ISL-ൽ യങ് പ്ലേയേഴ്സ് വരുന്നില്ലേ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിന് ആശാന്റെ മറുപടി എന്ന് പറയുന്നത്, ആശാൻ ചോദിക്കുന്നത് എവിടെയാണ്, ഏത് ക്ലബ്ബാണ് ഇവിടെ യങ് പ്ലേയേഴ്സിനെ വളർത്തിയെടുക്കുന്നത്? എല്ലാവരും പ്ലേ ഓഫിന്റെയും അതേപോലെ ക്യാഷിന്റെയും പിറകെ തന്നെയാണ്. ഇവിടെ ആർക്കും ഇന്ത്യക്ക് വേണ്ടിയിട്ട് പ്ലേയേഴ്സിനെ മേക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ മേക്ക് ചെയ്ത് എടുക്കുന്ന പ്ലേയേഴ്സിനെ തന്നെ നാഷണൽ സ്ക്വാഡിലേക്ക് കൊണ്ടുവരുന്നു പോലുമില്ല. അങ്ങനെ എത്ര പ്ലേയേഴ്സ് നമുക്ക് ISL-ൽ കാണാൻ കഴിയും. അപ്പോൾ ആശാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽജിയം, അതേപോലെ ഫ്രാൻസ്, സ്പെയിൻ ഇവരൊക്കെ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അവർ യങ് പ്ലേയേഴ്സിനെ മാക്സിമം മേക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ വഴിക്ക് പോലും പോയിട്ടില്ല, അവര് അങ്ങോട്ട് നോക്കാനേ പോകുന്നുണ്ട്. പിന്നെ ആശാൻ പറയുന്നുണ്ട് വേണ്ട, ഇനിയിപ്പം യൂറോപ്യൻ കൺട്രീസിനെ നോക്കണ്ട, നമ്മുടെ ഏഷ്യയിൽ തന്നെ ഖത്തർ ആവട്ടെ, അല്ലെങ്കിൽ ജപ്പാൻ ആവട്ടെ, സൗദി അറേബ്യ ആവട്ടെ, ഇവരൊക്കെ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തു വരുന്നു. അതിന്റെ വളർച്ച അവരുടെ ഫുട്ബോളിനുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ നേരെ കുത്തനെ താഴോട്ടും പൊക്കൊണ്ടിരിക്കുന്നു. അവസാനമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിനൊക്കെ പരിഹാരം എന്നോണം ഒരു നിർദ്ദേശം പറയാമോ എന്നുള്ളതാണ്. ആ നിർദ്ദേശമായിട്ട് ആശാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ജൂനിയർ തലത്തിൽ മികച്ച മാനേജർമാർ, അതായത് മികച്ച കോച്ചുമാർ വരണം. അവര് പുതിയ പ്രതിഭകളെ കണ്ടെത്തട്ടെ, അവരെ മുമ്പോട്ട് കൊണ്ടുവരട്ടെ, അവരെ പരിശീലിപ്പിക്കട്ടെ. പിന്നെ ഇപ്പോ ഈ പറയുന്ന പുതിയ, അതായത് നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞല്ലോ, അണ്ടർ 17 അല്ലെങ്കിൽ 19, 21 ഉള്ള പ്ലേയേഴ്സിനെ മാക്സിമം നാഷണൽ സ്ക്വാഡിലേക്ക് കൊണ്ടുവരിക, അവർക്ക് മാച്ച് എക്സ്പീരിയൻസുകൾ കൊടുക്കുക. ഇപ്പോൾ നിലവിലുള്ള സീനിയർ പ്ലേയേഴ്സിനോടൊക്കെ വിരമിക്കാനാണ് ആശാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണ് വേണ്ടത്. അവരൊക്കെ വിരമിക്കട്ടെ. എന്തിനാണ് ഇപ്പോഴും ഈ സന്ദേശ് ജിങ്കൻ അല്ലെങ്കിൽ സുനിൽ ഛേത്രി, ഇവരൊക്കെ, സുനിൽ ഛേത്രി നമ്മുടെ ലെജൻഡാണ്, കാര്യം ശരിയാണ്. ആള് വിരമിച്ച് ആൾക്ക് നല്ലൊരു ഫെയർവെൽ ഒക്കെ കൊടുത്തിടുന്ന് വിട്ടതാണ്. ആള് പിന്നെയും വന്നു, ആളിനെ വിളിച്ചു വരുത്തി എന്നൊക്കെയാണ് പറയുന്നത്. കാരണം നമുക്കൊരു സ്ട്രൈക്കർ ഇല്ല, അതാണ് പ്രശ്നം. അതെ, നമുക്കൊരു സ്ട്രൈക്കർ ഇല്ല, അത് തന്നെയാണ് പ്രശ്നം. കാരണം സ്ട്രൈക്കർ ഇല്ലാത്തൊന്നല്ലല്ലോ, വളർത്തിയെടുക്കാത്തതല്ലേ. അപ്പോൾ അതിന്റെയൊക്കെ പ്രശ്നം ഫെഡറേഷന്റെ തന്നെയാണ്. അപ്പോൾ അടുത്ത ഒരു 4-5 വർഷം മുന്നിൽ കണ്ട് യുവതലമുറയെ വളർത്തിയെടുക്കുക, ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഒരു നിർദ്ദേശമായിട്ട് ആശാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും കേട്ട സ്ഥിതിക്ക് നമുക്ക് തോന്നുന്നത്, ആശാൻ കേട്ടതൊക്കെ ഒരു റൂമർ മാത്രമാണ്. ആശാൻ ഇന്ത്യയുടെ നാഷണൽ ടീമിലേക്ക് വരാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ ഇന്ത്യൻ ഫെഡറേഷൻ ആശാനുമായിട്ട് അത്ര സുഖത്തിലല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്കറിയില്ല, എന്തായാലും കാത്തിരിക്കാം. താങ്ക് യു.